സമാനതകളില്ലാത്ത ഒരു തെരച്ചിൽ ദൗത്യത്തിൻ്റെ ഏറ്റവും അവസാനമാണ് അർജുനെ ഗംഗാവലിപ്പുഴയുടെ അടിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത്. ഒരുപക്ഷെ ഈ വിലാപയാത്ര അർജുൻ ലോറി ഓടിച്ച് നടന്ന വഴികളിലൂടെ ഒരു വിലാപയാത്ര കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഈ കണ്ണാടിക്കലിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി. കണ്ണാടിക്കൽ ഗ്രാമം കണ്ണീരോടെ ഈ ചെറുപ്പക്കാരന് വിട നൽകാൻ തീരുമാനിക്കുകയാണ്. ചേതനയേറ്റ ശരീരത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ കുട്ടിയോടും ഭാര്യയോടും ഒക്കെ ഉള്ള ഒരുപാട് വേദന നിറഞ്ഞ ഒരുപാട് നല്ല ഓർമ്മകൾ, സ്നേഹവായ്പോടെ കുട്ടിക്ക് വാങ്ങിവെച്ച കളിപ്പാട്ടങ്ങൾ, അതുമായി ഒരിക്കൽ മടങ്ങി വരും എന്നാഗ്രഹിച്ച അതേ അർജുന് ഇന്ന് ഈ ജന്മനാട് വിട നൽകുകയാണ്. ശരിക്കും വലിയൊരു ജനക്കൂട്ടമാണിപ്പോൾ ഈ ജന്മനാട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ തേങ്ങുന്നൊരു കാഴ്ചയാണ്. ഒരുപക്ഷേ മലയാളി ജനസമൂഹം മുഴുവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ 72 ദിവസങ്ങളുണ്ടായിരുന്നു. ആ 72 ദിവസങ്ങൾക്ക് ശേഷം ഈ ഗംഗാവലിപ്പുഴയുടെ അഗാധങ്ങളിൽ അമർന്നു കിടക്കുകയായിരുന്ന ഈ ലോറിയുടെ ക്യാബിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ഒരുപക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കരുതുന്നു. മാത്രമല്ല ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട എല്ലാവരും ഒരേ മനസ്സോടെ കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ കഴിഞ്ഞത്. കർണാടകത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധമായ പിൻബലവും ഇതിനുണ്ടായിരുന്നു. ഏതാനും സമയത്തിനകം, മിനിറ്റുകൾക്കകം കണ്ണാടിക്കലിലെ അർജുൻ വളരെ സജീവ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ ആ വീടിൻ്റെ മുന്നിലേക്ക് ഈ ആംബുലൻസ് എത്തുകയായി. കോഴിക്കോട് ജില്ലാ അതിർത്തി അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയിരുന്നു. കർണാടക പോലീസും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും ഈശ്വർ മാൽപ്പയും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഈ സതീഷ് കൃഷ്ണ സെയിലും അതുപോലെ ഈശ്വർ മാൽപ്പയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് പേരുകളാണ്. ഈ MLA എത്ര സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അർജുൻ്റെ ലോറിക്കും എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ അറിയിക്കുവാൻ വേണ്ടി അദ്ദേഹം രാപ്പകൽ ഇല്ലാതെ അധ്വാനിച്ചു എന്നുള്ളത് ചരിത്രമായി. ഈശ്വർ മാൽപ്പി, അതായത് ഗംഗാവലിപ്പുഴ അതിൻ്റെ ഹൂങ്കാരത്തോടെയും കലുഷിതമായ അടിയൊഴുക്കിലൂടെയും അതിൻ്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്തപ്പോഴും അതിൻ്റെ അഗാധങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് മുങ്ങിത്തപ്പാൻ തയ്യാറായ ആളാണ് ഈശ്വർ മാൽപ്പെ. ഏറ്റവും അവസാനം ചില അലോസരങ്ങളൊക്കെ ഉണ്ടായാലും ഈശ്വർ മാൽപ്പെ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മളെ തീർച്ചയായിട്ടും അഭിമാന പുളകിതരാക്കുന്നു. അദ്ദേഹം കൂടി ഈ മൃതശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. മാത്രമല്ല കർണാടക സർക്കാരിന് വേണ്ടിയാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇന്ന് കണ്ണാടിക്കൽ എത്തുന്നത്. ഇപ്പോൾ പോകുന്ന വാഹന വ്യൂഹത്തിൽ ഈ MLAയും ഉണ്ട്. അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുണ്ട്. ഈശ്വർ മാൽപ്പെ സ്വന്തം സഹോദരനെ പോലെയാണ്. അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഞാൻ കണ്ടെത്തും എന്ന രീതിയിലായിരുന്നു ഈശ്വർ മാൽപ്പയുടെ വാക്ക്. എന്തായാലും മാത്രമല്ല, അതുപോലെ നമ്മൾ മറ്റൊരാളെ ഓർമ്മിക്കേണ്ടത് ഈ ലോറിയുടമയായ മനാഫിനെയാണ്. കുറേ ദിവസം ഈ ഷിരൂർ എന്ന സ്ഥലത്ത് അദ്ദേഹം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അവിടെ കണ്ണീരോടെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു അർജുന് വേണ്ടി. അപ്പോൾ ഇവരെല്ലാവരും ഇന്ന് കോഴിക്കോട് ജനാവലി മുഴുവൻ ഇന്ന് കണ്ണാടിക്കലുണ്ട്. ഒരു വലിയ ജനസാഗരം അവിടെ ഇരമ്പി എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകൾ, സുഹൃത്തുക്കൾ, അർജുനോട് ഹൃദയവായ്പുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർ, അയൽവാസികൾ, കൂടെ പഠിച്ചവർ, ഇവരെല്ലാം തന്നെ കണ്ണീരോടെ ഈ ചെറുപ്പക്കാരന് അന്ത്യമൊഴി നൽകാൻ തയ്യാറാവുകയാണ്. കോഴിക്കോട്ടെ കണ്ണാടിക്കൽ വസതിയിൽ ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ ഒഴുകിയെത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിരവധി ആളുകളാണ് കണ്ണീർ പൂക്കൾ അവിടെ അർപ്പിക്കാൻ എത്തുന്നത്. പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് കണ്ണാടിക്കലിലെ ഈ വീട്ടിലേക്ക് വിലാപയാത്രയായി മൃതദേഹം എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ ഇത്ര കാലത്തെ ജീവിതത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ വിങ്ങലായി അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മലയാളി ജനസമൂഹം, ലോകമെമ്പാടുമുള്ള മലയാളി ജനസമൂഹം ഈ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 72 ദിവസങ്ങളിലും ഈ അർജുനും ചിലപ്പോൾ അത്ഭുതം കാട്ടി മടങ്ങി വരുമെന്ന് ചിന്തിച്ച ആളുകൾ പോലും നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട്. അവരൊക്കെ യൂട്യൂബിൽ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരികയായിരുന്നു. അമർന്ന് കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ ചേതനയേറ്റ ശരീരം ബാക്കിയുണ്ടാകും. കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിലാണ് ഇന്ന് ഉച്ചയോടെ സംസ്കാരം നടക്കുക. സംസ്കാരവുമായി ബന്ധപ്പെട്ട കണ്ണാടിക്കൽ ജംഗ്ഷൻ, കക്കോടി പാലം എന്നിവിടങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് സംവിധാനം അറിയിക്കുന്നു. അർജുൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല എന്നും പോലീസ് അറിയിക്കുന്നു. ഇന്ന് അവിടെ ക്രമസമാധാന പാലനം വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ പോയ വഴികളിലൂടെ മടങ്ങിയെത്തുന്ന ഈ ആംബുലൻസ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ ജീവിച്ച കാലം മുഴുവൻ നാടിന് വേണ്ടി കൂടി ജീവിച്ച ഒരാളാണ്. മാത്രവുമല്ല ഈ ലോറിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴും
സ്വന്തം കുടുംബത്തെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. എന്തായാലും അവിടെ കാത്തിരിക്കുന്ന വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ആ അമ്മ, അതുപോലെ അർജുൻ്റെ ഭാര്യ, ഇവരെല്ലാവരും തന്നെ അർജുനു വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപക്ഷേ ഈ മൃതദേഹം അവിടെ എരിഞ്ഞടങ്ങുമ്പോൾ ഒരു 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 ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു അർജുൻ. ഇത്രയധികം ദിവസങ്ങൾ നീണ്ടുപോയ രക്ഷാദൗത്യം, ഏതെല്ലാം രീതിയിൽ ആരെല്ലാം സഹകരിച്ചു രക്ഷാദൗത്യം, മലയാളി ജനസമൂഹം ഒറ്റക്കെട്ടായി ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്, ഒരു സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഈ കണ്ണാടിക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആംബുലൻസാണ്. ഈ ആംബുലൻസുള്ളിൽ ഈ ചെറുപ്പക്കാരനുണ്ട്. ഈ ചേതനയേറ്റ ശരീരം കണ്ണാടിക്കിലെത്തുമ്പോൾ അവിടെ ഒരുപക്ഷെ അവിടുത്തെ നാട്ടുകാരെ മാത്രമല്ല, അവിടെ എത്തിയിരിക്കുന്ന ആളുകളെ മുഴുവൻ നൊമ്പരത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിപ്പോൾ ഇപ്പോൾ കണ്ണാടിക്കൽ നിന്ന് ജംഗ്ഷനിൽ KR ഗോപികൃഷ്ണനുണ്ട്, അതുപോലെ അർജുൻ്റെ വീട്ടിൽ ദീപക് തർമ്മടമുണ്ട്, അതുപോലെ S വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിമും കൂടി നമുക്കൊപ്പം ചേരും. മൃതദേഹത്തെ സജോ ദേവസിയെ ഇപ്പോൾ അനുഗമിക്കുന്നുണ്ട്. അതുപോലെ പുള്ളാടിക്കുന്നിൽ നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരും. പുള്ളാടിക്കുന്ന് ജംഗ്ഷനിലാണ് ഷഹദ് റഹ്മാൻ ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ഈ വിലാപയാത്രയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ നമ്മൾ എല്ലാവിധമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കാരണം ഇത് അഭൂതപൂർവമായ ഒരു ജീവിത സാഹചര്യമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഈ കേരളക്കര മുഴുവൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഈ 72 ദിവസങ്ങൾ. ഈ 72 ദിവസങ്ങൾ നമ്മൾ കയ്യും മെയ്യും മറന്ന് ഒരാൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരന് അന്ത്യയാത്രാമൊഴി നമ്മൾ നൽകുമ്പോൾ എല്ലാവിധമായ ഒരുക്കങ്ങളും വേണ്ടിവരും എന്നുള്ളത് തീർച്ചയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആളുകളും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഹാഷ്മി താജ് ഇബ്രാഹിം ഷിരൂരിൽ നിന്ന് ദിവസങ്ങളോളം ഈ നടത്തുന്ന സമാനതകളില്ലാത്ത തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു വികാരം പോലെ ഹാഷ്മിയുടെയൊക്കെ മനസ്സിൽ ഈ ചെറുപ്പക്കാരൻ നീറി പിടിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് S വിജയകുമാറും. ഇവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ വിജയകുമാറും ഷിരൂരിൽ ദിവസങ്ങളോളം എത്തിയിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചെന്നു. ഹാഷ്മി, കുറച്ച് സമയത്തിനകം ഈ ആംബുലൻസ് അവിടെ എത്തുകയാണ്. ഇന്ന് ഉച്ചയോടെ ഈ അർജുൻ എരിഞ്ഞടങ്ങും. അതോടെ നമ്മുടെ ജീവിത പുസ്തകത്തിൽ മറ്റൊരു ഏട് കൂടി ഇല്ലാതാവുകയാണ്. പറയൂ. SKN പറഞ്ഞ 100% ശരിയാണ്. ഇന്ന് അർജുൻ നമുക്കൊന്നും കേവലം ഒരു വാർത്ത മാത്രമായിരുന്നില്ല. ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കൽ മാത്രമായിരുന്നില്ല. നമ്മുടെ ഇടനെഞ്ചിൽ ഒരു നീറ്റിലായിരുന്നു അർജുൻ. നമ്മൾ അവിടെ ഷിരൂർ നിൽക്കുമ്പോഴും എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും വൈകിട്ട് രാത്രി വൈകി കിടക്കാൻ പോകുമ്പോഴും അർജുനെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായി SKN ആ സമയത്ത് അർജുൻ ജീവനോടെ തന്നെ മടങ്ങി വരും എന്ന വലിയ സജീവമായ പ്രതീക്ഷ നമുക്ക് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന സമയമാണ് തെരച്ചിൽ ആ ദിവസങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടായി. അതിനുശേഷം ആ തെരച്ചിൽ പല ഘട്ടങ്ങളിൽ ദീർഘനാൾ നീണ്ടു. SKN ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഒന്നും ഓർമ്മയിൽ 72 നാൾ കേരളം ഒന്നാകെ ഒരൊറ്റ മലയാളിക്കായി തിരഞ്ഞു നിന്ന, ഒറ്റ മലയാളിക്കായി ഒരേ ശ്വാസത്തിൽ പ്രാർത്ഥനാപൂർവ്വം വീട്ടകങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന ഒരു സംഭവം നമ്മുടെ ഒന്നും ഓർമ്മയിലില്ല. അങ്ങനെയൊന്നില്ല എന്ന് തന്നെ കൃത്യമായി പറയാം. 72 ദിവസത്തെ വലിയ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ നമുക്ക് ആ ദുഃഖവാർത്ത തന്നെയാണ്, ഒട്ടും പ്രതീക്ഷ നൽകുന്ന ദുഃഖവാർത്ത തന്നെയാണെന്ന് പറയുമ്പോൾ പോലും SKN അത് അർജുൻ എന്ത് സംഭവിച്ചു എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമായിരുന്നു. ആ ഉത്തരം വെറുതെ വന്നതല്ല. 72 നാളുകൾ സമാനതകളില്ലാത്ത വണ്ണം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിലോ അങ്ങനെ ഏതെങ്കിലും പുഴയിൽ കാണാതെ ഒരാൾക്ക് വേണ്ടി 72 നാൾ നീണ്ട, അതിപ്പോൾ ഇടവേളകളൊക്കെ വന്നെങ്കിൽ കൂടിയും 72 നാൾ നീണ്ട ഒരു ദൗത്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. SKN അങ്ങനെ പല അർത്ഥത്തിൽ സമാനതകളില്ലാത്ത അസാധാരണമായ ഒരു ദൗത്യമുണ്ടായി. ആ ദൗത്യത്തിന് പക്ഷേ ഒരു കണ്ണീർ സമാപ്തിയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ പോലും ആ ദൗത്യം അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു മഹാദൗത്യമായി തന്നെ കണക്കാക്കണം. അത് നേരത്തെ SKN പറഞ്ഞ അതിൽ കാർവാർ SP, കാർവാർ MLA, മനാഫ്, ഈശ്വർ മാൽപ്പ അടക്കമുള്ള നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപടി മനുഷ്യർ അവിടെ ഉണ്ട്. SKN നമ്മൾ നേരത്തെ പറയുന്നത് പോലെ അർജുൻ എന്ന് പറയുന്നത് ചുരുങ്ങിയ നാൾ കൊണ്ട് കേരളത്തിലൊരു പുത്രനായി മാറി. ഈ പറയുന്ന അവിടുന്ന് ഞാൻ ശിരൂരിൽ നിന്ന് വന്ന് പിന്നീട് വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാടിന്റെ മഹാദുരന്ത ദിവസങ്ങൾ പോലും അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 3 പേരെങ്കിലും നമ്മളോട് വ്യക്തിപരമായി ചോദിക്കാത്ത ഒറ്റ ദിവസം പോലും ആ 72 ദിവസങ്ങൾ കടന്നുപോയില്ല. SKN ഞാൻ അതിശോക്തി പറയുന്നതല്ല. വാട്സാപ്പിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, നമ്മളെ വിളിച്ചു ചോദിക്കുന്നവരാകട്ടെ, നേരിട്ട് ചോദിക്കുന്നവരാകട്ടെ, അർജുനെ കുറിച്ച് കേൾക്കാത്ത ഒറ്റ ദിവസം പോലും ആ 72 ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിലൊക്കെയും പ്രാർത്ഥനാപൂർവ്വം വഴിപാടുകളൊക്കെ പ്രാർത്ഥനാപൂർവ്വം അർജുനായി കാത്തിരുന്ന അമ്മമാരെ നമ്മൾ കണ്ടു. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെ നമ്മൾ അർജുനെ കണ്ടു. അതുകൊണ്ട് തന്നെ അർജുൻ എവിടെയെന്ന വലിയ ചോദ്യം തേടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ ഇനി ഒരു മടങ്ങി വരും ഉണ്ടായേക്കില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുമ്പോഴും ഒരത്ഭുതം സംഭവിക്കുമെന്ന്, അർജുൻ എവിടുന്നെങ്കിലും പ്രത്യക്ഷപ്പെടുമെന്ന് ഏതെങ്കിലും SKN ഒരുപാട് പേർ വിശ്വസിച്ചിരുന്നു. അവിടെ ശിരൂർ കുന്നുകളുണ്ട്, വലിയ കാടുകളുണ്ട്. ആ കാടുകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം.
ബോധമില്ലാതെ അവിടെ ഏതെങ്കിലും വീട്ടകങ്ങളിൽ ചികിത്സയിലായിരുന്നിരിക്കാം. ചികിത്സ ഭേദമായി അർജുൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് എത്തുമെന്നൊക്കെ വെറുതെ വിശ്വസിച്ച് ഒരുപാട് മനുഷ്യർ നമുക്ക് നേരിട്ട് തന്നെ അറിയാം. SK ഒരു പരിധിവരെ ഉള്ളിന്റെ ഉള്ളിൽ അർജുൻ ജീവനോടെ മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷ കാത്തുസൂക്ഷിച്ച ആളാണ് വ്യക്തിപരമായി ഞാനും. അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മുടെ ഹൃദയം നമ്മളോട് പറയുമ്പോൾ പോലും SK എന്തായാലും ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചാണ് നമ്മൾ അർജുനെ കണ്ടെത്തുന്നത്. SK നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ അവിടുന്ന് ഷിരൂരിൽ നിന്നും അർജുൻ സഞ്ചരിച്ച അതേ വഴികൾ, അർജുൻ ലോഡ് കയറ്റി ലോറികളുമായി പോയി വന്നിരുന്ന അതേ വഴിയിൽ കൂടി അർജുൻ അവസാനമായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടുത്തെ അതിർത്തി കടന്ന് കേരളത്തിലേക്കുള്ള വഴികളിലൊക്കെയും വലിയ അർജുനെ ഒരു നോക്ക് കാണാൻ ഒരു ജനപ്രവാഹം അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, വഴിനീളെ ഒരു കൈ കുടന്ന പുഷ്പങ്ങളുമായി ജനം കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ അർജുൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു പാവം ചെറുപ്പക്കാരൻ ഈ കേരളത്തിന്റെ ഹൃത്തടങ്ങളിൽ എത്രത്തോളം വികാരമായി മാറി എന്ന് നമുക്ക് വ്യക്തമാകും. SK എന്തായാലും അർജുൻ അർഹിക്കുന്ന ഒരു യാത്രയപ്പോൾ അർജുൻ എന്തായാലും ഒരു പോരാട്ടം നടത്തിയതാണ്. അർജുൻ അവന്റെ വീട്ടിന് വേണ്ടി ഏറ്റവും ചെറിയ പ്രായത്തിൽ വീടിന്റെ സകലവിധമായ ഉത്തരവാദിത്തങ്ങളും ചുമലിലേറ്റിക്കൊണ്ട് ആ വീട് പോറ്റാൻ ജോലിയിലേക്ക് ഇറങ്ങിയതാണ്. പലതരത്തിൽ ജോലികൾ, പെയിന്റിംഗ് പണികളടക്കം SK അർജുൻ തന്നെയാണ് അവന്റെ സഹോദരിമാരെ പഠിപ്പിക്കുന്നത്, അവന്റെ അനിയന് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നത്. അച്ഛന് പരിക്കേറ്റ് ചികിത്സയായ കാലം മുതൽ 20-21 വയസ്സോടുകൂടി ജോലിക്കായി ഇറങ്ങുന്നതാണ്. ആ ജോലിയുടെ വഴിയിലാണല്ലോ SK അർജുൻ പോകുന്നത്. അപ്പോൾ അതൊരു പോരാട്ടമാണ്, അതൊരു ജീവിത പോരാട്ടത്തിന്റെ വഴിയിൽ ഭരിക്കുന്ന ആൾ തന്നെയാണ് അർജുൻ. അപ്പോൾ അർജുൻ അർഹിക്കുന്ന യാത്രയപ്പ് നൽകാൻ തന്നെ നമ്മുടെ നാട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, നാട് ഒരുങ്ങുന്നു. അർജുൻ ആ യാത്രയെ ഉറപ്പായും അർഹിക്കുന്നു. SK എന്തായാലും ആ വീട്ടിൽ ഈ പറഞ്ഞ 72-73 ദിവസങ്ങൾ ആദിയുടെയും വേദനയുടെയും ദിവസമാണ്. ഉറപ്പായും ഇന്ന് അതിന്റെ കൾമിനേഷൻ, ഏറ്റവും പരമാവധി വേദനയുടെ ദിവസമാണ്. പക്ഷെ അതിനുശേഷം അർജുൻ ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ടാകും. അർജുന്റെ കുഞ്ഞുപുത്രനെ അവൻ വളർന്നു വലുതാകുമ്പോൾ അച്ഛൻ ഉറങ്ങുന്ന സ്ഥലം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ഥലമുണ്ടാകും എന്നത് ചെറിയ കാര്യമല്ല. SK ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. ആഷ്മി കുറച്ചധികം ദിവസങ്ങൾ ഈ ഷിരൂരിൽ നിന്നും കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 ജൂലൈ 16 കർണാടക ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ രാവിലെ 8:30 മണിയോടെ കൂറ്റൻ മണ്ണിടിച്ചിലുണ്ടായതും അർജുൻ്റെ ലോറി അതിൽ പെട്ടുപോയതും പാതയോരത്തുള്ള ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കടയും സമീപത്ത് പാർക്ക് ചെയ്ത എല്ലാ വാഹനങ്ങളും ഗംഗാവലി പുഴയിൽ അമർന്നു. ഈ സംഭവമാണ് ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന ഈ വിലാപയാത്രയ്ക്കൊക്കെ കാരണമായത്. ഇപ്പോഴും 2 പേരെ ഗംഗാവലി പുഴയിൽ കാണാനുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. നമുക്കപ്പം ഇപ്പോൾ ഈ കാർവാറിൽ നിന്ന് യാത്ര ആരംഭിച്ച ഈ ആംബുലൻസ് കോഴിക്കോടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം കണ്ണാടിക്കലിലേക്ക് ഈ വാഹന വ്യൂഹം എത്തിച്ചേരും. ഈ ആംബുലൻസുള്ളിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചേതനയേറ്റ ശരീരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അത്ഭുതം കാണിച്ച് ഇയാൾ മടങ്ങി വരുമെന്ന് വിശ്വസിച്ച നാട്ടുകാരും അവിടെയുണ്ട്. എന്നാൽ ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ട ദിവസം ആഗതമായി. ഈ വാഹന വ്യൂഹത്തിനൊപ്പം സഞ്ചരിക്കുന്ന സജു ദേവസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജു, ഇപ്പോൾ ഈ ആംബുലൻസ് എവിടെ എത്തി, എത്ര മിനിറ്റ് കൊണ്ട് ഈ കണ്ണാടിക്കൽ എത്തുമെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്? SK ഇപ്പോൾ കൊയിലാണ്ടി പിന്നിട്ട് ചേമഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ആംബുലൻസും വാഹന വ്യൂഹവും എത്തിയിട്ടുണ്ട്. കർണാടക പോലീസും ഒപ്പം കേരള പോലീസും ഉൾപ്പെട്ട സംഘവുമൊക്കെ ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നേരെ പുളാടിക്കുന്ന് വെച്ച് അവിടെ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ, ലോറി ഡ്രൈവർമാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ കണ്ണാടിക്കലിലേക്കായിരിക്കും പോവുക. ഒരു അരമണിക്കൂറിനകം അർജുൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ ഒരു സമയക്രമീകരണം അനുസരിച്ച് നമ്മൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. അരമണിക്കൂറിനകം തന്നെ എത്താൻ കഴിയും. അതിനിടയിൽ ഒരല്പസമയം പുളാടിക്കുന്ന് വെച്ച് ലോറി ഡ്രൈവർമാർക്ക് മറ്റും അന്തിമോപചാരം അർപ്പിക്കാനാണ്. അതിനുശേഷം നേരെ കണ്ണാടിക്കലിലേക്ക് എത്തും. അവിടെ നിന്ന് നേരെ വീണ്ടും വിലാപയാത്ര വീട്ടിലേക്ക് പോവുക, അവിടെ അന്തിമോപചാരം അർപ്പിക്കാനാണ്. കണ്ണൂർ മുതൽ ഈ വിലാപയാത്രയ്ക്കൊപ്പം ഞാൻ സഞ്ചരിക്കുകയായിരുന്നു ഈ വഴിയിലുടനീളം. അതായത് കേരളമാകെ അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് പക്ഷേ നമുക്ക് കഴിഞ്ഞില്ല. 72 ദിവസം നീണ്ട സമാനതകളില്ലാത്ത വലിയൊരു ദൗത്യം. ആ ദൗത്യത്തിന് ഒടുവിൽ നമുക്ക് വേദനയാണ് അർജുൻ സമ്മാനിക്കുന്നതെങ്കിൽ കൂടിയും ഒരു ഉത്തരം കേരളം ഒന്നാകെ ഇതിനു മുൻപ് ഇങ്ങനെ സമാനതകളില്ലാതെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക, തിരച്ചിൽ നടത്തുക, എല്ലാവരുടെയും വീട്ടിൽ മലയാളികൾ ഒന്നാകെ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നാകെ അർജുൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ശബ്ദമുയർത്തുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് മനുഷ്യർ അതിൻ്റെ ഒപ്പം ചേർന്നു. പക്ഷേ നമുക്കറിയാം
അർജുൻ ട്രക്കിലാണ് അങ്ങോട്ടേക്ക് പോയത്. അത് ഇപ്പോഴും ഗംഗാവാലി പുഴയുടെ തീരത്തുണ്ട്. അത് കരയ്ക്ക് കയറ്റി അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ധാരാളം ആളുകൾ കാത്തു നിൽക്കുന്നു. സ്വന്തം വീട്ടിലുള്ള ഒരു മകൻ നഷ്ടമായൊരു വേദന അവർക്കെല്ലാവർക്കുമുണ്ട് എന്നത് കാണുന്നു. അവർ പൂക്കളുമൊക്കെയായി വഴിയരികിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന, ഈ ആംബുലൻസ് കടന്നു പോകുന്ന വഴിയരികിലൊക്കെ കാത്തു നിൽക്കുന്നത് നമ്മൾ വരുമ്പോൾ കണ്ടു. തീർച്ചയായിട്ടും കേരളത്തിലെ അമ്മമാർക്കൊക്കെ തന്നെ നെഞ്ചിലൊരു നീറ്റലായി അർജുൻ മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ മലയാളക്കര ഇത്ര ദിവസങ്ങളും അർജുൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് വശം കെട്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് എല്ലാവർക്കും ഒരു ദുഃഖദിനം.